സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ചയായ വാർത്തകളിലൊന്നാണ് രേണു സുധിയുടെ ആരോഗ്യാവസ്ഥ. ആദ്യം ഇത് വെറും അഭ്യൂഹമാണെന്ന് പലരും കരുതി. പക്ഷേ പിന്നീട് രേണു സുധി തന്നെ തനിക്ക് കാൻസർ സ്ഥിരീകരിച്ചതായി തുറന്നുപറഞ്ഞു. ചില റിപ്പോർട്ടുകൾ രോഗം 3-ാം ഘട്ടത്തിലാണെന്ന് പറയുമ്പോൾ മറ്റു റിപ്പോർട്ടുകളിൽ 4-ാം ഘട്ടം എന്ന വിവരവും വന്നിട്ടുണ്ട്. അതിനാൽ ചികിത്സാ വിവരങ്ങളിൽ വ്യത്യസ്ത റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഗോസിപ്പുകളല്ല, ഒരു സ്ത്രീയുടെ ധൈര്യത്തെക്കുറിച്ചും ജീവിത പോരാട്ടത്തെക്കുറിച്ചുമാണ്. ജീവിതത്തിൽ ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അത്തരത്തിലൊരു വാർത്തയാണ് രേണു സുധിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. ഭർത്താവായ കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത വിയോഗത്തിനു ശേഷം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് രേണു. അതിനു പിന്നാലെ ഇപ്പോൾ കാൻസറിനെതിരെയുള്ള പോരാട്ടവും. അഭ്യൂഹങ്ങളിൽ നിന്ന് സത്യത്തിലേക്ക്. കഴിഞ്ഞ മാസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ രേണു സുധിക്ക് കാൻസറാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. അന്ന് രേണു ഈ വാർത്തകളെ തള്ളിക്കളയുകയും അത് സംബന്ധിച്ച പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഒരു അഭിമുഖത്തിൽ രോഗവിവരം തുറന്നു പറയുകയായിരുന്നു. ഇത് പലർക്കും വലിയ ഞെട്ടലായിരുന്നു. രേണു പറഞ്ഞത്: രേണുവിന്റെ വെളിപ്പെടുത്തലനുസരിച്ച് ചെറുപ്പത്തിൽ തന്നെ സ്തനത്തിൽ ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് വർഷങ്ങളോളം കാര്യമായി എടുത്തില്ല. പിന്നീട് അത് ഗുരുതരമായ ആരോഗ്യപ്രശ്നമായി മാറുകയായിരുന്നുവെന്ന് അവർ പറഞ്ഞു. ഈ അനുഭവം നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. ശരീരത്തിൽ കാണുന്ന അസാധാരണ മാറ്റങ്ങളെ ഒരിക്കലും അവഗണിക്കരുത്. ആരോഗ്യ പരിശോധനയുടെ പ്രാധാന്യം പലരും ചെറിയ ലക്ഷണങ്ങളെ അവഗണിക്കാറുണ്ട്. ഇത് ഒന്നുമല്ല എന്ന് കരുതി മുന്നോട്ടു പോകും. പക്ഷേ പല രോഗങ്ങളും തുടക്കത്തിൽ കണ്ടെത്തിയാൽ ചികിത്സ എളുപ്പമാകും. അതുകൊണ്ട് സ്ഥിരമായ ആരോഗ്യ പരിശോധനകൾ വളരെ പ്രധാനമാണ്. മാനസിക ശക്തി. കാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരും ഭയപ്പെടും. പക്ഷേ ഇന്ന് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ ചികിത്സയിലൂടെ രോഗത്തെ അതിജീവിക്കുന്നുണ്ട്. മനോവീര്യം ചികിത്സയുടെ ഒരു പ്രധാന ഘടകമാണ്. രേണു സുധിയും വലിയ ആത്മവിശ്വാസത്തോടെ ഈ പോരാട്ടത്തെ നേരിടുകയാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയും ഉത്തരവാദിത്തവും ഈ സംഭവത്തിൽ നിന്ന് മറ്റൊരു കാര്യം പഠിക്കാനുണ്ട്. ആരുടെയെങ്കിലും ആരോഗ്യത്തെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. ഒരു കുടുംബത്തെയും വ്യക്തിയെയും അത് മാനസികമായി വേദനിപ്പിക്കും. അതുകൊണ്ട് ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. കൊല്ലം സുധിക്ക് ശേഷമുള്ള ജീവിതം. ഭർത്താവ് കൊല്ലം സുധിയുടെ മരണശേഷം നിരവധി വെല്ലുവിളികൾ രേണു നേരിട്ടു. കുടുംബ ഉത്തരവാദിത്തങ്ങളും സാമൂഹിക വിമർശനങ്ങളും വ്യക്തിപരമായ വിഷമങ്ങളും അവർ അഭിമുഖീകരിച്ചു. ഇതിനിടയിലാണ് ഇപ്പോൾ ആരോഗ്യപ്രശ്നവും വന്നിരിക്കുന്നത്. കാൻസറിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പലർക്കും ഇന്നും കാൻസർ എന്നാൽ അവസാനമാണെന്ന് തോന്നും. എന്നാൽ അത് ശരിയല്ല. വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ. ആരോഗ്യത്തെ ഒരിക്കലും അവഗണിക്കരുത്. ലക്ഷണങ്ങൾ കണ്ടാൽ പരിശോധന നടത്തുക. സോഷ്യൽ മീഡിയ വാർത്തകൾ പരിശോധിക്കാതെ വിശ്വസിക്കരുത്. രോഗികളോട് കരുണയും പിന്തുണയും കാണിക്കുക. മാനസിക ആരോഗ്യം സംരക്ഷിക്കുക. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന: രോഗവുമായി പോരാടുന്ന ആളുകളെ പരിഹസിക്കുകയോ വിമർശിക്കുകയോ ചെയ്യാതെ പിന്തുണ നൽകുക. ഒരു പ്രാർത്ഥനയും ഒരു നല്ല വാക്കും ചിലപ്പോൾ വലിയ ശക്തിയാണ്. രേണു സുധിയുടെ ആരോഗ്യ വാർത്ത വെറും ഒരു സെലിബ്രിറ്റി വാർത്ത മാത്രമല്ല, ജീവിതം എത്ര അനിശ്ചിതമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ആരോഗ്യവും കുടുംബവും സമയവും എത്ര വിലപ്പെട്ടതാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. രേണു സുധി ഈ പോരാട്ടത്തിൽ വിജയിക്കട്ടെ. വേഗത്തിൽ ആരോഗ്യവതിയായി തിരികെ വരട്ടെ. നമുക്കെല്ലാവർക്കും അതിനായി പ്രാർത്ഥിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.